ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 77 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ ടോണർ എന്ന് പറയുന്നത് കറിവേപ്പിലയുടെ പിന്നെ വേപ്പിലയുടെ ചാറാണ്. ഓക്കെ, രണ്ടും നന്നായിട്ട് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയുടെ ചാറും എടുക്കുക. ചെറിയ ഉള്ളി ആയിരിക്കും നന്നായിരിക്കുക. പിന്നെ ഒരുപാട് റിസൾട്ട് ചെറിയ ഉള്ളിയിൽ നിന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ മൂന്നിൻ്റെയും ചാറ് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് തലയോട്ടിയിലൊക്കെ നന്നായി ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ വേർപ്പെടുത്തിയിട്ട്, അതായത് മുടിയുടെയൊക്കെ കളഞ്ഞിട്ട് ചടയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഭാഗമാക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ മുടിയില്ലാത്ത ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടണം അത് ഒരു ഹെയർ പാക്ക് കേട്ടോ. അങ്ങനെ നന്നായിട്ട് എല്ലാം തലയൊട്ടിയിൽ മൊത്തം ആയിട്ട് കവറാവണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് ഒരു 10 മിനിറ്റോളം 15 മിനിറ്റോളം അത് ഒട്ടിക്കണം. തലയൊട്ടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പാക്ക് മാതിരി നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ ക്ലിപ്പ് ഇടും, ഇല്ലെങ്കിൽ ആക്സസറീസ്, നിങ്ങളെ ഹെയറിൽ ഏതൊക്കെ ആക്സസറീസ് ഉപയോഗിക്കും അതൊക്കെ ഇടുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ബണ്ണ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ക്ലിപ്പ്, ഒരു വലിയ ക്ലിപ്പ് ഇല്ലെങ്കിൽ മീഡിയം ക്ലിപ്പ് ആയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതൊരു 20 മിനിറ്റോളം തലയോട്ടിയിൽ തന്നെ വിടുക. ഓക്കെ, ഉള്ളിയുടെ ഒന്നും സ്മെല്ല് ഇഷ്ടപ്പെടാത്തവർ കുറച്ച് മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് ഏത് ഷാംപൂ ഉപയോഗിക്കുകയോ അത് ഉപയോഗിച്ച് നന്നായിട്ട് തലയിൽ നിന്നും ഷാംപൂ, ആ ഒരു ഹെയർ പാക്ക് എല്ലാമേ അത് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടതാണ്. പിന്നെ രാത്രി ആവണക്കെണ്ണ, പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഓക്കെ, അത് വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, കാസ്റ്റർ ഓയിലും ആൽമണ്ട് ഓയിലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ആ ഒരു സ്കാൽപ്പ് ഏരിയ ആട്ടണം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ നൈറ്റ് ടൈമിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. പിന്നെ ഈ ആക്യുപഞ്ചർ പ്രഷർ പോയിൻറ്റ്സ് എന്ന് പറയുമല്ലോ, അവിടെയും പ്രഷർ കൊടുത്ത പോലെ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തലയോട്ടിയിൽ ചെറിയൊരു മസാജും കിട്ടുന്നത് പോലെ, പിന്നെ റിലാക്സേഷൻ കിട്ടും, പിന്നെ രക്തയോട്ടം വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്താൽ മതി രാത്രി നേരത്ത്. പിന്നെ വേഗം കടക്കാൻ നോക്കുക, അതായത് 10:30-11 അകത്ത് കടക്കാൻ നോക്കണം. അങ്ങനെ ഒരു 8 hours ഉറക്കം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു ഹെയർ കെയർ റെമഡി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഹെയർ കെയർ റെമഡി നിങ്ങളുടെ മുടിയിൽ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വ്യൂസ് കുറവാവുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല. പക്ഷെ ഞാൻ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഗ്രോ ആവാൻ നിങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ്
ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഓഡിയൻസായി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലിൻ്റെ വീഡിയോസ് എല്ലാമേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.